Next, misappropriation of goods. The chances of misappropriation of goods are greater in the case of goods which are less bulky but are more valuable ones. Its detection is not easy. The following are the ways of misappropriation of goods. അതായത് സാധനങ്ങൾ, അതായത് നമ്മൾ വിൽക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഗുഡ്സിനകത്ത് എന്തെങ്കിലും തിരിമറികൾ നടത്തുക, അതിനാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് വളരെ കൂടുതലാണ്. എവിടെ? ഒരുപാട് സാധനങ്ങൾ ഉള്ളതിനകത്തല്ല, അത് ഏറ്റവും കൂടുതൽ ഈ മിസ്അപ്രോപ്രിയേഷൻ നടക്കുന്നത് വില കൂടിയ സാധനത്തിനകത്താണ്. ഇറ്റ്സ് ഡിറ്റക്ഷൻ ഈസ് നോട്ട് ഈസി. അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമല്ല. അത് ഏതൊക്കെ രീതിയിലാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആക്ച്വൽ തെഫ്റ്റ് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്കിനകത്ത് മോഷണം നടത്തുക. ഇഷ്യൂയിങ് ഓഫ് ഫിക്ടീഷ്യസ് ക്രെഡിറ്റ് നോട്ട്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഗുഡ്സ് റിട്ടേൺ ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് സാധനങ്ങൾ തിരിച്ചു കൊടുക്കുക. ക്രെഡിറ്റ് നോട്ട്സ്, ഇല്ലാത്ത ക്രെഡിറ്റ് നോട്ട്സ് ഇഷ്യൂ ചെയ്യുക. അതായത് ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ക്രെഡിറ്റ് നോട്ട്സ് ഇഷ്യൂ ചെയ്യുക. ഇതൊക്കെയാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൽ നടക്കുന്നത്. എ ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഈസ് നെസസറി ടു ഡിറ്റക്ട് misappropriation of goods. There must be strict control over the issue of materials, records of sale, purchases and stock. ഒരു വിശദമായ ചെക്കിങ് തന്നെ വേണം ഈ ഗുഡ്സിനകത്ത് എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നതിലും, അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ നടക്കുന്നിടത്തേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പം അതിനും, അതുപോലെ തന്നെ സെയിലും പർച്ചേസും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ റെക്കോർഡ്സ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റോക്കിനും നല്ല രജിസ്റ്ററും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് തടയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, മാനിപ്പുലേഷൻ ഓർ ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തിരിമറികൾ നടത്തുക എന്നുള്ളതാണ് അടുത്തത്. Falsification of accounts without misappropriation is not as common as misappropriation of cash or goods. It is undertaken to conceal the true possession of the concern. ഈ മിസ്അപ്രോപ്രിയേഷൻ ഒന്നും ഇല്ലാണ്ട് അക്കൗണ്ട്സിനകത്ത് കുറേ തിരിമറികൾ നടത്തുക, അത് ഈ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷും ഗുഡ്സും പോലെ അത്ര കോമൺ ഒന്നുമല്ല. എങ്കിൽ പോലും അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻ, അവർ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ലാഭമാണോ നഷ്ടമാണോ, ട്രൂ പൊസിഷൻ എന്താണ്, അതൊന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ചെയ്യുന്നത്. ദിസ് ഈസ് മോർ ഓഫൺ കണ്ടക്റ്റഡ് ബൈ മാനേജേഴ്സ്, ഡയറക്ടേഴ്സ് ഓർ അതർ responsible officials to overstate or understate the profit and financial conditions of the business so as to serve their purpose. ഇത് സാധാരണ ചെയ്യുന്നത് മാനേജേഴ്സ്, ഡയറക്ടേഴ്സ്, അതല്ലെങ്കിൽ മറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീഷ്യൽസ് ഒക്കെയാണ് സാധാരണ ഈ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ ഒന്നെങ്കിൽ അത് ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ അണ്ടർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കാം, കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ കൂട്ടി കാണിക്കുക. അത് അവരുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. എന്താണ് റീസൺസ് ഫോർ ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് കൂട്ടി കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഏൺ മോർ കമ്മീഷൻ ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. പ്രോഫിറ്റ് കൂടുതൽ കാണിക്കുവാണെങ്കിൽ ഈ മാനേജേഴ്സിനൊക്കെ ചിലപ്പോൾ കമ്മീഷൻ കാണും. കൂടുതൽ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അവർക്ക് കൂടുതൽ കമ്മീഷൻ ലഭിക്കും. ടു ഗെറ്റ് ബെറ്റർ പ്രൈസസ് ഫോർ ദ ഷെയർസ് ഓൺഡ് ബൈ ദം. ഈ മാനേജേഴ്സും ഓഫീഷ്യൽസും ഒക്കെ ചിലപ്പം ഈ അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഷെയർ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടാവും. ഈ പ്രോഫിറ്റ് കൂടുമ്പോൾ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുമ്പോൾ അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ അവർ കൈവശം വെച്ചിരിക്കുന്ന ഷെയർസിൻ്റെ വാല്യൂ കൂടുമ്പോൾ അവർക്ക് ആ കൂടിയ വിലയ്ക്ക് വിൽക്കാം. അങ്ങനെ അവർക്ക് പ്രോഫിറ്റ് നേടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് അവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂട്ടുവാൻ വേണ്ടി. Next, to win the confidence of members by claiming that the higher profits are the results of higher efficiency of the managers. മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ആത്മവിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ മാനേജ്മെൻറ്റ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ്, നല്ല കൂടുതൽ പ്രോഫിറ്റ് ഒക്കെ നേടിയെടുത്തിട്ട് മാനേജ്മെൻറ്റ് അവർ നന്നായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് അതിൻ്റെ കാരണം കൊണ്ടാണ് പ്രോഫിറ്റ് കൂടുതലായത് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് മെമ്പേഴ്സിൻ്റെ ഒരു ആത്മവിശ്വാസം, അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രോഫിറ്റ് കാണിക്കുന്നത്. ടു മേക്ക് മോർ പേഴ്സൺ സബ്സ്ക്രൈബ് ടു ദി ഷെയർസ് ഓഫ് ദി കൺസേൺ. പ്രോഫിറ്റ് കൂടുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് കാണുമ്പോൾ
എന്ത് ചെയ്യും, ആളുകൾ ആ സ്ഥാപനത്തിൻ്റെ ഷെയർസ് വാങ്ങിക്കും. കാരണം പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, മുന്നോട്ട് ചെല്ലുമ്പം ഇതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ ആ കൂടിയ വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റും. അത് കാരണം അതല്ലെങ്കിൽ കൂടുതൽ ബോണസ് ഒക്കെ കിട്ടും, അതുപോലെ തന്നെ അങ്ങനെ അല്ലെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആളുകൾ ഒരു സ്ഥാപനത്തിൻ്റെ ഷെയറൊക്കെ പർച്ചേസ് ചെയ്യാം. അങ്ങനെ കൂടുതൽ ആളുകൾ അവരുടെ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഇല്ലാത്ത പ്രോഫിറ്റൊക്കെ കാണിക്കും. ടു ഗെറ്റ് ബെറ്റർ ക്രെഡിറ്റ് ടേംസ് ഫ്രം ദി ക്രെഡിറ്റേഴ്സ്, ഫിനാൻസിയേഴ്സ് എക്സെട്ര. നമുക്ക് ലോൺ ഒക്കെ തരുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, അവരുടെ നിന്നൊക്കെ നല്ല രീതിയിൽ കടം കിട്ടാനായിട്ടും ലോണൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് കൂടുതൽ പ്രോഫിറ്റ് കാണിക്കുന്നത്. ദെൻ റീസൺസ് ഫോർ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടു റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി. കൂടുതൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് കുറച്ച് കാണിക്കും. ടു ഡിസീവ് ദ കോമ്പറ്റീറ്റേഴ്സ് ബൈ ക്രിയേറ്റിംഗ് റോങ് ഇംപ്രഷൻ അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദി ബിസിനസ്. നമ്മുടെ എതിരാളികളെ, കോമ്പറ്റീറ്റേഴ്സിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിലൊരു തെറ്റായ ഒരു ഇംപ്രഷൻ, ഒരു കാഴ്ചപ്പാടുണ്ടാവുകയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്. അത് അത്ര വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല, ഇപ്പോൾ അവർ നഷ്ടത്തിലാണ് എന്നൊക്കെയുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ വരുത്തുവാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടും ഈ പ്രോഫിറ്റ് കുറച്ച് കാണിക്കും. To induce a fall in the price of shares with a view to buying them in bulk at a lower price. ഒരു ആളുകളുടെ മനസ്സിൽ ഒരു ചിന്ത വരുത്തുകയാണ്, ഷെയറിൻ്റെ പ്രൈസ് കുറയും, അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ വാങ്ങിക്കാം എന്നുള്ള ഒരു തെറ്റായ ധാരണ ആളുകൾക്ക് ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കും. ടു അവോയ്ഡ് പേയ്മെൻറ്റ് ഓഫ് ഹയർ ബോണസ് ടു വർക്കേഴ്സ് ആൻഡ് കമ്മീഷൻ ടു മാനേജേഴ്സ്. വർക്കേഴ്സിനും ഒക്കെ കൂടുതൽ ബോണസ് കൊടുക്കുന്നത് ഒഴിവാക്കാനായിട്ടും, അതുപോലെ മാനേജേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ആണ് പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നത്. ദെൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൻ്റെ അകത്ത് എന്തൊക്കെ മാനിപ്പുലേഷൻ നടത്തുന്നത്, ഏതൊക്കെ മെത്തേഡിലൂടെയാണെന്നുള്ളത് നോക്കാം. Manipulation of accounts may be done in the following ways. First one, charging more or less amount of depreciation and provision. ഡിപ്രീസിയേഷനും പ്രൊവിഷനും ഒക്കെ ഒന്നുകിൽ കൂട്ടി കാണിക്കുക അല്ലെങ്കിൽ കുറച്ച് കാണിക്കുക. ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ആവശ്യത്തിൽ കുറവ്, അങ്ങനെ ചെയ്യുമ്പോൾ പ്രോഫിറ്റിനകത്ത് ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ഒരു തരത്തിൽ മാനിപ്പുലേഷൻ നടക്കുന്നത്. അണ്ടർ വാല്യുവേഷൻ ഓർ ഓവർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഓർ അതർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. സ്റ്റോക്കും അസറ്റും ലയബിലിറ്റിയൊക്കെ യഥാർത്ഥ വിലയേക്കാളും കൂട്ടി കാണിക്കുക, അതല്ലെങ്കിൽ കുറച്ച് കാണിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് മറ്റൊരു മെത്തേഡ്. സ്റ്റോക്കിൻ്റെ വാല്യൂ അതുപോലെ തന്നെ അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ വാല്യൂ ഒക്കെ കൂട്ടുകയും യഥാർത്ഥം ഉള്ളതിനേക്കാളും കൂട്ടിയും കുറച്ചുമൊക്കെ കാണിക്കുന്നതാണ് മറ്റൊരു മാനിപ്പുലേഷൻ നടത്തുന്നത്. ഷോയിങ് ഫിക്റ്റീഷ്യസ് സെയിൽസ് ഓർ പർച്ചേസസ് ഓർ റിട്ടേൺസ് ഇൻ ഓർഡർ ടു ഷോ ആൻ ഇൻകറക്റ്റ് ഫിഗർ ഓഫ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ ഇല്ലാത്ത സെയിൽ അല്ലെങ്കിൽ ഇല്ലാത്ത പർച്ചേസ് ഒക്കെ കാണിക്കുക, അതുപോലെ റിട്ടേൺസ് കാണിക്കുക. ഇതൊക്കെയാണ് തെറ്റായിട്ടുള്ളൊരു പ്രോഫിറ്റ് കാണിക്കുന്ന മറ്റൊരു മെത്തേഡ്. Then recording revenue expenditure as capital expenditure or vice versa. ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റം അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഒരു ഐറ്റം ബാലൻസ് ഷീറ്റ് ഐറ്റമായിട്ട് കാണിക്കുക, അതുപോലെ ബാലൻസ് ഷീറ്റ് ഐറ്റമായിട്ട് വരുന്ന സാധനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. അങ്ങനെ നേരെ തിരിച്ചും മറിച്ചും ചെയ്യുക. അതാണ് മറ്റൊരു മാനിപ്പുലേഷൻ നടത്തുന്നത്. ഷോയിങ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി പ്രീവിയസ് ഇയർ or of the next year in the current year's account. അതുപോലെ പ്രീവിയസ് ഇയറിലെ അതല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈ വർഷത്തെ കറണ്ട് ഇയർ അക്കൗണ്ട്സിൽ കാണിക്കുക. ബൈ ക്രിയേഷൻ ഓർ യൂട്ടിലൈസേഷൻ ഓഫ് സീക്രട്ട് റിസർവ്സ്. രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റിസർവ്സ് ഒക്കെ, അത് സീക്രട്ട് ഇല്ലാത്ത റിസർവ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് മറ്റൊരു മെത്തേഡ്. ബൈ വിൻഡോ ഡ്രസ്സിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്, എക്സാമിനൊക്കെ സാധാരണ ചോദിക്കാറുള്ളത് എന്താണ് വിൻഡോ ഡ്രസ്സിങ് എന്നുള്ളത്. വിൻഡോ ഡ്രസ്സിങ് ഇസ് ദ പ്രാക്ടീസ് ബൈ വിച്ച് ബാലൻസ് ഷീറ്റ് ഈസ് മെയ്ഡ് ടു ഷോ എ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ദാറ്റ് ഈസ് റോസിയർ ഓർ ഫാർ ബെറ്റർ ദാൻ ദി ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ബാലൻസ് ഷീറ്റിനകത്തെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അതായത് ഫിനാൻഷ്യൽ പൊസിഷൻ,
ഒരു സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിലാണല്ലോ അതിൻ്റെ യഥാർത്ഥത്തിൽ എത്രമാത്രം അസറ്റ് ഉണ്ട്, എത്രമാത്രം ലയബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നത്. അത് ഉള്ളതിനേക്കാളും, യഥാർത്ഥത്തിലുള്ളതിനേക്കാളും ഒന്നുകിൽ വളരെ സൂപ്പറായിട്ട് കാണിക്കുന്നതിനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് implies showing outwardly more prosperous position than what it actually is. അത് യഥാർത്ഥത്തിലുള്ളതിനേക്കാളും വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഈ വിൻഡോ ഡ്രസ്സിങ്ങിലൂടെ ബാലൻസ് ഷീറ്റ് വഴി നമുക്ക് കാണിക്കുന്നത്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു തട്ടിപ്പ് പുറം ലോകം അറിഞ്ഞായിരുന്നു. അവരുടെ ഈ പറഞ്ഞ പോലെ വിൻഡോ ഡ്രസ്സിങ്ങൊക്കെയാണ് അവർ ചെയ്തത്. അവരുടെ ബാലൻസ് ഷീറ്റിൽ അവർക്ക് യഥാർത്ഥത്തിലുള്ളതിനേക്കാളും കൂടുതൽ അസറ്റും ന്യായമായ ഒരു ലയബിലിറ്റി മാത്രം കാണിച്ച് വളരെ സൂപ്പറായിട്ടുള്ള ഒരു പ്രോസ്പെറസ് പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷനാണ് അവർ ചെയ്തിരുന്നത്. It may be the result of some financial policy adopted during the last few weeks of a trading period. അതായത് നമ്മുടെ ഈ ഷെയർസ് ഒക്കെ വിൽക്കുന്ന ആ ഒരു ട്രേഡിംഗ് പീരീഡിന് ഒരു 2-3 ആഴ്ച മുമ്പെയാണ് ഈ ഒരു വിൻഡോ ഡ്രസ്സിംഗ് എന്നുള്ള പരിപാടി നടത്തുന്നത്. അത് ചില ഫിനാൻഷ്യൽ പോളിസിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. മെത്തേഡ്സ് കോമൺലി യൂസ്ഡ് ഫോർ വിൻഡോ ഡ്രസ്സിംഗ് ആർ പ്രൊവിഷൻ ഓഫ് ലെസ് ഡിപ്രീസിയേഷൻ ഫോർ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിന് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ഡിപ്രീസിയേഷനേക്കാളും കുറവ് പ്രൊവിഷൻ കൊടുക്കുക. Treatment of revenue expenditure as deferred revenue expenditure or as capital expenditure. Revenue expenditure ആയിട്ട് ചെയ്യാൻ ഒരു കണക്കാക്കേണ്ട ഒരു എക്സ്പെൻഡിച്ചർ അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറ്റുക. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കുറേ വർഷങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറ്റേണ്ട ആ ഒരു എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഐറ്റമായിട്ട് മാറ്റുകയാണ്, ഒരു ബാലൻസ് ഷീറ്റ് അസറ്റായിട്ട് മാറ്റുകയാണ്. റെക്കോർഡിംഗ് സെയിൽ ആൻഡ് ഇൻകം ഓഫ് ദി ഫോളോയിങ് ഇയർ ആസ് ദാറ്റ് ഓഫ് ദി കറണ്ട് ഇയർ. അടുത്ത വർഷത്തെ സെയിൽ അല്ലെങ്കിൽ ഇൻകം, അതിനെ ഈ വർഷത്തെ ഇൻകം അല്ലെങ്കിൽ സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാം, റെക്കോർഡ്സ് കാണിക്കുക. റെക്കോർഡിംഗ് ഗുഡ്സ് സെൻറ്റ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ആസ് റെഗുലർ സെയിൽ. സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ അങ്ങനെ ചെയ്യുന്ന ഗുഡ്സ് അത് വിൽക്കുക അല്ലെങ്കിൽ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു നൽകുക എന്നുള്ള ഒരു ബേസിൽ കൊടുക്കുന്ന കുറേ ഗുഡ്സ് ഉണ്ട്. അതിനെ നമുക്ക് യഥാർത്ഥ സെയിലായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അത് സെയിൽ എപ്പോഴാണോ നടക്കുന്നത് ആ സെയിൽ നടന്നു കഴിയുമ്പോൾ മാത്രമേ അത് ആക്ച്വൽ സെയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സെയിൽ ഗുഡ്സ് സെൻറ്റ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസിലുള്ളതിനെ റെഗുലർ സെയിലായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. നെക്സ്റ്റ് തേർഡ് ഡ്യൂട്ടി, റിപ്പോർട്ടിംഗ് ടു ദ മാനേജ്മെൻറ്റ്. നമ്മുടെ ഓഡിറ്ററുടെ മറ്റൊരു ഡ്യൂട്ടിയാണ് റിപ്പോർട്ടിംഗ് ടു ദി മാനേജ്മെൻറ്റ്. Besides detection of errors and frauds, auditor has to take steps to prevent their occurrence. ഈ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഓഡിറ്റർ അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കണം ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട്. For the purpose, the auditor has to draw the attention of the management or to the appointing authority about such errors and frauds through a report. ഒരു റിപ്പോർട്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാണോ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ആ അതോറിറ്റിക്ക് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞ പോലെ അവരുടെ ശ്രദ്ധയിലേക്ക് ഈ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ കൊണ്ടുവന്ന് അവരതിന് വേണ്ട നടപടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ ഒരു റിപ്പോർട്ട് കൊടുക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഡ്യൂട്ടി. Then prevention of errors and frauds. Errors and frauds can be prevented by the application of sound system of internal control and efficient management of the concern. എറേഴ്സും ഫ്രോഡ്സും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തടയണമെന്നുണ്ടെങ്കിൽ നല്ല ശക്തമായ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ, അതായത് ആ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ ഉള്ള കൺട്രോളിങ് വളരെ ശ്രദ്ധയോടുകൂടി കൺട്രോൾ ചെയ്യുക. അതുപോലെ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക. എങ്കിൽ മാത്രമേ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. The auditor simply puts a moral check on the client's staff. They will be very alert as any dishonest transactions carried on by them would be sooner or later detected by the auditor. The auditor simply puts a moral check on the client's staff.
സ്റ്റാഫിൻ്റെ അതായത് ക്ലയൻറ്റിൻ്റെ സ്റ്റാഫിന് ഒരു കൃത്യമായ ഒരു മോറൽ ചെക്ക് അവരെ ഒന്ന് നിരീക്ഷിക്കുക വരെ ഓഡിറ്റർ ചെയ്യേണ്ടതാണ്. There will be very alert as any dishonest transaction carried on by them would be sooner or later detected by the auditor. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സത്യസന്ധമല്ലാത്ത എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉള്ളതായിട്ട് ഓഡിറ്റർക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്.